ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റംദാനിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ റംദാനിൽ എപ്പോഴും കട്ട്ലേറ്റും സമൂസയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പൊരിച്ചു പത്തിരി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് റയാന് കട്ട്ലേറ്റും സമോസയൊന്നും വലിയ ഇഷ്ടമല്ല. പൂരിയും ഇങ്ങനെ പൊരിച്ചു പത്തിരിയൊക്കെ ആണെങ്കിൽ അവൻ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പൊരിച്ചു പത്തിരി ഉണ്ടാക്കാൻ നമ്മൾ നാട്ടിൽ തട്ടുകടയിൽ ഒക്കെ കാണുന്ന പൊരിച്ചു പത്തിരിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ നോമ്പും അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് എളുപ്പമുള്ള വല്ലതും ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്നിവിടെ പൊരിച്ചു പത്തിരിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാവുന്ന പൊരിച്ചു പത്തിരി കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പത്തിരിയും കോഴിക്കറി അല്ലെങ്കിൽ പത്തിരി ഇറച്ചിക്കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുക. നോമ്പിന് അധികം അങ്ങനെയാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ അത് ഒന്ന് മാറ്റി പിടിച്ചിട്ട് എളുപ്പത്തിന് വേണ്ടി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ചും കൂടെ എളുപ്പമല്ലേ, പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഞാനിന്നിവിടെ മീനിൻ്റെ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണി ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദമ്മിന് വെക്കാൻ പോകുന്നേ ഉള്ളൂ. ബിരിയാണീൻ്റെ മസാലയിലേക്ക് ഞാൻ കുറച്ച് തലഭാഗവും അതേപോലെ തന്നെ ഈ വാലിൻ്റെ ഭാഗവും അങ്ങനെയാട്ടോ ഇട്ടിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് മസാലയിൽ ചേർത്തത്. എന്നിട്ട് ബാക്കി ഫിഷ് ഞാനിങ്ങനെ പൊരിച്ചെടുത്തിട്ട് ദമ്മിന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. ബിരിയാണിയുടെ ഒരുപാട് റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അതിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നില്ല. റംദാൻ്റെ വിശേഷമായിട്ടാട്ടോ കാണിക്കുന്നത്. അതിവിടെ ദമ്മിന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പത്തിരി ഇവിടെ പൊരിച്ചു പത്തിരി ഒരു സൈഡിലാവുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തരി കാച്ചാം. തരി കാച്ചിയതും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പാലും വെള്ളവും കൂടെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി 2 ഏലക്കായും ചേർത്ത് നല്ലോണം തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അധികം റവ ചേർക്കണ്ട, അപ്പോൾ കട്ടിയായി പോവും. കുറച്ച് ചേർത്താൽ മതി നിങ്ങളുടെ അളവിനനുസരിച്ച്. എത്രയാണോ പാലെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു 2-3 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഏകദേശം നോക്കി ചേർത്തിട്ട് നന്നായിട്ട് ഈ റവ വേവുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് കൈ നിർത്താതെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വേവും കേട്ടോ, അധികം സമയമൊന്നും എടുക്കില്ല. റവ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മുടെ തരികാച്ചിയെന്നാട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം റവ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നെയ്യാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിലവർ നട്ട്സ് ഒന്നും ഇല്ലാതെ വെറുതെ അങ്ങനെ കുടിക്കുക കേട്ടോ ചെയ്യുക. പിന്നെ കുറച്ച് ലൂസാക്കണമെങ്കിൽ ലൂസാക്കുകയും ചെയ്യാം. ഇനി നമുക്കിവിടെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാനിന്നിവിടെ ഫ്രൂട്ട്സായിട്ട് കുറച്ച് ഓറഞ്ചും കുറച്ച് ഗ്രേപ്സും പിന്നെ പേരക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേരക്കയും പിന്നെ കുറച്ച് കാരക്കയും ഒക്കെ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓറഞ്ച് റയാന് ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ ഗ്രേപ്സും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടും ഒഴിവാക്കാറേ ഇല്ല. അധികവും നോമ്പൊറുക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാരക്ക നമ്മൾ നോമ്പൊറുക്കുമ്പോൾ എന്തായാലും സുന്നത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് കാരക്കയും പിന്നെ നട്ട്സ് ഉള്ളതുകൊണ്ട് നട്ട്സ് എടുക്കാം കേട്ടോ. ബദാം ഉള്ളതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഗ്രേപ്സ് ആട്ടോ. ഗ്രേപ്സ് ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ പച്ചയും അതേപോലെ തന്നെ ഈ കറുപ്പ് മുന്തിരിയും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് കുറച്ചും കൂടെ മധുരം, പച്ചക്ക് മധുരം കുറവാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാട്ടോ വാങ്ങിയത്. അപ്പോൾ ഇനി കുറച്ച് ഗ്രേപ്സും എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 2 ദിവസം മുമ്പ് നമുക്ക് നല്ല പഴുത്ത പപ്പായ കിട്ടിയായിരുന്നു. പക്ഷെ കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ നോമ്പിന് വരെ വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കിട്ടുമ്പോൾ പപ്പായ വാങ്ങണം. ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന പോലെ എപ്പോഴും ഇതുപോലെ പപ്പായയും പേരക്കയൊക്കെ കിട്ടാൻ പാടാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ പേരക്ക നല്ല പഴുത്ത പേരക്കയാട്ടോ കിട്ടിയത്. നല്ല ടേസ്റ്റുള്ള പേരക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരക്കയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് നോമ്പെറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോമ്പ് കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത നാരങ്ങ വെള്ളവും അതേപോലെ തന്നെ കുറച്ച് അവക്കാഡോയുടെ ജ്യൂസും കൂടെ ഞാൻ തയ്യാറാക്കി. നോമ്പ് തുറക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അന്നേരം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നോമ്പ് തുറക്കലും നിസ്കരിക്കാനോടലും ഒക്കെ കൂടെ തിരക്കായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും ഇൻഷാ അല്ലാഹ് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.